ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ നൂർജഹാൻ. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു പടം കാണാൻ പോവാന്ന്. അതായത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനെ പടം കാണാൻ പോയാലോ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ബുക്ക് മൈ ഷോയിൽ ഞാൻ നോക്കി. അപ്പോഴത്തേക്കും ഇന്ന് റിലീസായിട്ടല്ല, അതായത് 27-ാം തീയതി ഇന്ന് റിലീസായിട്ടുള്ള നമ്മളെ ദിലീപേട്ടൻ്റെ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ പടം കാണാമെന്ന് വിചാരിച്ചു. അതൊരു കോമഡി പടമാണ്. എനിക്കങ്ങനെ കോമഡി പടമൊന്നും അധികം ഇഷ്ടമല്ല. മീൻസ് ചിരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നില്ല. കാരണം ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയേണ്ടി വരും എന്നുള്ളൊരു ഇത് വെച്ചിട്ട് അത് അങ്ങനെയല്ല. എന്നാലും എനിക്കങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. സോ ഞാൻ കൂടുതലും കോമഡി പടം അങ്ങനത്തെ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. അപ്പം കോമഡി പടങ്ങളൊന്നും അങ്ങനെ കാണത്തില്ല. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ജസ്റ്റ് വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് നമുക്ക് ആ പടം കാണാൻ പോവാം. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തിയേറ്റർ. EVM സിനിമ നമ്മളെ പനയപ്പള്ളിയിലുള്ളതാണ്. ഞാൻ കൊച്ചിയിലാണ് കേട്ടോ. എൻ്റെ സ്ഥലം കൊച്ചിയാണ്. അപ്പം പനയപ്പള്ളിയിലുള്ള തിയേറ്ററിലാണ് അപ്പം നമ്മൾ പോകുന്നത്. അപ്പം ബാക്കി കാണാം കേട്ടോ. അപ്പോൾ തോന്നുന്നു അമ്മ നടക്കുവാണ് കേട്ടോ. വണ്ടിയില്ല ഗൈസ്. അപ്പം നടന്നിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറിയിട്ടാണ് പോണത്. ഒറ്റൊരു ബസ് കയറിയാൽ മതി. എന്തൊരു വെയിലാണ്. ഉച്ച സമയത്താട്ടോ ഈ നട്ടപ്രാന്തൊക്കെ തോന്നുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് നടപ്പുണ്ട് ഗൈസ് ബസ് സ്റ്റോപ്പിലേക്ക്. ഞാൻ മിക്കവാറും ഒരു ഓട്ടോ വിളിക്കും, നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഓട്ടോ കയറിയില്ല കേട്ടോ. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കയറാൻ പോകും. ഞാൻ ഇപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. ഫോർട്ട് കൊച്ചി ബസ്സാണ്. അപ്പോൾ ആ ബസ്സിൽ കയറി നമുക്ക് തിയേറ്ററിൻ്റെ അവിടെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ആ ബസ്സിൽ കയറുവാണേ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ കയറുക. എനിക്കിത് ഇവിടെ ഫ്രണ്ടിൽ സൈഡിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ വെയിൽ ഉച്ച സമയമായിരുന്നു. അപ്പം അത് കാരണം വെയിലൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. നല്ലപോലെ വെയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കുവാണ്. ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എടുത്തങ്ങനെ. അപ്പം നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് തിയേറ്റർ. അപ്പം ഇവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടുത്തെ ഷോ പെരുമ്പാവൂർ കണ്ടിട്ടായിരുന്നു ഗൈസ്. ഞാൻ പനയപ്പള്ളി എന്നും പറഞ്ഞ് ഓടിപ്പിടിച്ച് വന്നത്. അപ്പോൾ ഇവിടെ ഷോ ഇപ്പം നടക്കുന്നില്ലായിരുന്നു. അപ്പോഴാണെങ്കിൽ ഞാൻ ആകെ എൻ്റെ പ്ലാനെല്ലാം ഫ്ലോപ്പായി പോയി. പിന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിയേറ്ററിൻ്റെ പുറകിലായിട്ടായിരുന്നു ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു എൻ്റെ സ്കൂള്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചതാ. ഇപ്പം സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഏതായാലും സിനിമ കാണാല് എന്നുള്ളൊരു പൂതിയാണെന്നില്ല, ഇതെങ്കിലും ഇത് എന്നുള്ള ലെവലിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു തിയേറ്ററും ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു സ്കൂളുള്ളത് കേട്ടോ. ഇത് സ്കൂളിന് പേരൊന്നുമില്ല, ഗവൺമെൻറ് ഹൈസ്കൂൾ പനയപ്പള്ളി എന്നാണ്. അപ്പം ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ലാബും അതുപോലെ തന്നെ സ്റ്റാഫ് റൂം അതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഈ ഒരു റൂം, അതായത് സ്റ്റാഫ് റൂം. ഇത് ഞങ്ങള് കഞ്ഞിപ്പുര എന്ന് പറയും. അതായത് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഗവൺമെന്റ് സ്കൂളായതുകൊണ്ട് നമുക്ക് ഉച്ചക്ക് ഫുഡൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ. അപ്പൊ ഇതാണ് കഞ്ഞിപ്പുര. അപ്പൊ ഇതാണ് മൊത്തത്തില് ഞങ്ങളെ സ്കൂള്. ഇപ്പൊ കുറച്ച് കാടും പടലൊക്കെ പിടിച്ചു. ഇപ്പൊ വെക്കേഷനും കൂടിയിട്ടല്ല. അപ്പൊ പിള്ളേരും കാര്യങ്ങളും ആരൊന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റാഫുകളും ഉണ്ടായില്ല. ഒരൊറ്റൊരു സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു സ്കൂളായിരുന്നു എൻ്റെ 6ാം ക്ലാസ് മുതലുള്ള സ്കൂൾ ലൈഫ് ഇവിടെയായിരുന്നു. 6ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂൾ ഈ ഭാഗങ്ങളിലായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം പൊളിച്ചു. ഞങ്ങൾക്ക് ഈ സൈഡിലൊക്കെ ആയിരുന്നു ഡോറൊക്കെ ഉണ്ടായിരുന്നത് ക്ലാസ്സിലേക്ക് കയറാനുള്ള. ഇപ്പൊ ഇതെല്ലാം പൊളിച്ച് തിരിച്ചു പണിത് ആ ഒരു വശം. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ക്ലാസ്സുകൾ ഒക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഈ ഭാഗത്തായിട്ട് ഞാൻ 6, 7ാം ക്ലാസ് ഒക്കെ ഈ ഭാഗത്തായിരുന്നു കേട്ടോ. ആൽമരം. അപ്പൊ ഞാൻ അങ്ങനെ മൊത്തത്തിലൊന്ന് വീഡിയോ എടുക്കുവാണ്. ഭയങ്കര സങ്കടമായി പോയി സ്കൂൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും. അതായത് പഴയ ആ ഒരു ലെവലിലല്ലല്ലോ. പിന്നെ കാലം പോകുന്നതിനനുസരിച്ച് എല്ലാം മാറണ്ടേ. പിന്നെ ഇതാണ് ആൽമരം. ഇതിന്റെ ഈ ഒരു തറ കണ്ടില്ലേ,
ഈ ആൽത്തറയില് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇരിക്കാൻ മീൻസ് ഈ ഒരു സൈഡിലായിട്ടൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇതൊക്കെയാണ് പുതിയതായിട്ട് ഇപ്പൊ വന്നേക്കണ ബിൽഡിങ്. ഈ ബിൽഡിംഗ് ഒന്നും ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് പുതിയതായിട്ട്. ഇവിടെയൊക്കെ നേരത്തെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു മുന്നേ. ഞങ്ങളാരും ഇങ്ങോട്ട് പോകത്തൊന്നുമില്ലായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ബിൽഡിംഗ് ആയി. പിന്നെ പഴയ ബിൽഡിംഗ് ഇപ്പൊ നേരെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, അവിടെ പഴയ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, pre-KG ക്ലാസ്സുകളുടെ. അപ്പൊ അതൊക്കെ പൊളിച്ചു. പിന്നെ ഇപ്പൊ ഇനി ഞാൻ അവിടുത്തെ പ്യൂണുമായിട്ട് സംസാരിച്ചായിരുന്നു, അവിടുത്തെ ചേച്ചിനായിട്ട് സംസാരിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു നെക്സ്റ്റ് ഇയറിൽ ഇവിടെ ബിൽഡിംഗ് ഒക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ മൊത്തത്തില് അങ്ങ് ചേഞ്ച് ആയിപ്പോയി. എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ആയിപ്പോയി. ഇത് ചെറിയ പിള്ളേർക്ക് കളിക്കണ സാധനങ്ങളൊക്കെ ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇവിടെ അടുത്ത് തന്നെ അതേ തൂങ്ങണത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഞാൻ തൂങ്ങുമായിരുന്നു പൊക്കം വെക്കുന്നുള്ള ലെവലില്. എന്റെ പൊന്നു, സ്കൂളൊക്കെ ഒത്തിരി മാറിപ്പോയി. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി. ഞാൻ പഠിച്ച സമയത്തുള്ള സ്കൂളേ അല്ലേ ഇപ്പൊ ഇത്. പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ പ്യൂണിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അയ്യോ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് ഗുഡ് ഓൾഡ് ഡേയ്സ്. എന്താ അല്ലേ, സമയം എത്ര പെട്ടെന്നാ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മ തിരിച്ച് ബസ്സൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ സ്കൂളെല്ലാം കണ്ട് ഭയങ്കര സെഡായി പോയി. എന്നെങ്കിലും പിന്നെയും ഒരു സന്തോഷമുണ്ട്. എന്താണ്, സ്കൂളൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.